ഹലോ നമസ്കാരം. മൈൻഡ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. നെഗറ്റീവായിട്ടുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ അവരുടെ കമൻസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലുണ്ടായിരിക്കും നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, അതുപോലെ നമ്മളോട് ഭയങ്കര ടോക്സിക് ആയിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്നവരുണ്ടായിരിക്കും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടായിരിക്കും. അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സോ കോവർക്കേഴ്സോ ആരും ആയിക്കോട്ടെ, ഇവരിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവാനും അതുപോലെ നമ്മുടെ അംബീഷൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കുറയാൻ ഇത് കാരണമാവാറുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നെഗറ്റീവായ രീതിയിൽ നിങ്ങളെ സമീപിക്കുന്നത്? അതായത് പലപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ അവർ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് കണ്ടിട്ടോ അവരെ കൊണ്ട് കഴിയാത്ത പലതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് കണ്ടിട്ടൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് കാരണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ജലസ് കാരണമൊക്കെ അവർ നിങ്ങളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോവാണെന്ന് വിചാരിക്കുക. അവർ നമ്മളോട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ തളർത്താൻ വേണ്ടി പറയും, ഇത് വല്ലതും നടക്കുമോ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വല്ല പണിയും ചെയ്താൽ പോരെ, ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കും. കാരണം അവർക്കറിയാം ഇത് കുറച്ച് പാടുള്ള പണിയാണ്, അവരെ കൊണ്ട് ഇത് പറ്റില്ല എന്ന്. ഇനിയിപ്പോൾ നിങ്ങളൊരു പുറത്ത് പോവുകയാണെന്ന് അവരോട് സംസാരിച്ച് നോക്കൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അവിടെ ഭയങ്കര തണുപ്പാണ്, നിങ്ങളെ കൊണ്ട് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ജർമ്മനിക്കാണ് പോകണമെങ്കിൽ പറയും ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ടഫാണ്, അതൊന്നും പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോണില്ല എന്ന്. ഇനി നിങ്ങൾ UK ആണെന്ന് പറഞ്ഞാൽ അവർ പറയും അവിടെ ഫുൾ മലയാളീസാ, അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല എന്ന്. സോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഭയങ്കര നെഗറ്റീവായിരിക്കും ഇവർ സംസാരിക്കുക. കാരണം ഇവരെ കൊണ്ട് ഇത് സാധിക്കില്ല. അപ്പോൾ നിങ്ങളെങ്ങാനും ഇത് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങാനും നടക്കുമോ എന്ന് ഓർത്തിട്ട് നിങ്ങളെക്കാൾ പേടി ഇവർക്കായിരിക്കും. സോ എന്ത് വന്നാലും നിങ്ങളിത് ചെയ്യരുതെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും അവർ നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നെഗറ്റീവ് കമൻസ് പറയുന്ന വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്, 1-2 തവണ അവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, അവർക്ക് നിങ്ങളോടുള്ള ഒരു അനിഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള ഒരു വൈകല്യമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഒരാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സൈഡിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഇല്ലേ? അതായത് അവരെ ഫീഡ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരിത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലൈഫിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷനുള്ള ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ 1-2 തവണ മാത്രമേ ചെല്ലുള്ളൂ. അതിനുശേഷം അവർക്ക് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് റെസ്പോൺസ് വരുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള വ്യക്തിയോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്പർ 1, ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ അവിടെ ഇൻസൾട്ടഡ് ആവണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതായത് നമ്മളോട് ഒട്ടും താല്പര്യമില്ലാത്ത, ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത, നമ്മുടെ സക്സസ് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി ഇമോഷണൽ ആവണോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള സില്ലി മാറ്റേഴ്സിന് വിഷമിക്കാതിരിക്കുക അല്ലെങ്കിൽ മെന്റലി ഭയങ്കര ഡൗൺ ആവാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 2, ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കമന്റ്സിന് സ്വയം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നിങ്ങൾ അവിടെ മറുപടി പറയാൻ നിന്നാൽ അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ എനർജി തന്നെയായിരിക്കും. സോ ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, അവർ നിങ്ങളെ ആദ്യം അവഗണിക്കും, പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നീട് പുച്ഛിക്കും, പിന്നീട് ആക്രമിക്കും, അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ വിജയം. സോ ഇത്തരത്തിലുള്ള വ്യക്തികളെ നൈസായിട്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 3, ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടും വീണ്ടും അവർ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ മാന്യമായിട്ട് വളരെ കാമായിട്ട് അവരോട് പറയുക, സോറി ട്ടോ, ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങളെ ബാധിക്കില്ല, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇത് വളരെ കൂളായി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിച്ച കുറച്ചെങ്കിലും സെൽഫ് വർത്ത് ഉള്ള ആളാണെങ്കിൽ പിന്നീട് നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല.
എന്നിട്ടും അവർ നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ മാക്സിമം അവരോട് അകലം പാലിക്കുക എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ സോറി കേട്ടോ, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കില്ല, എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുക. അതോടുകൂടി അവരവിടെ ചമ്മി പോകുന്നതാണ്. സോ അത്തരത്തിലുള്ള റിയാക്ഷൻ ഇവരോട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്പർ 4, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരോട് നമ്മൾ ഭയങ്കര പ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇവരോട് എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാലേ എനിക്ക് ഉറക്കം വരും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ ഫണ്ണി ആയിട്ട് വളരെ കാമായിട്ട് എന്തെങ്കിലും ഒരു ഡോസ് കൊടുക്കാനോ ഒരു ആൻസർ കൊടുക്കാനൊക്കെ ശ്രമിക്കുക. സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ പ്രൊഫസർ ഇരുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അപ്പോൾ സ്വാമിയും വന്നിട്ട് അതേ ടേബിളിൽ വന്നിരുന്നു. ഇത് കണ്ടപ്പോൾ പ്രൊഫസർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിയോട്, ഒരു പക്ഷിയും ഒരു പന്നിയും ഒരുമിച്ചിരിക്കാറില്ല. ഇവിടെ ആരെയാണ് അദ്ദേഹം പക്ഷിയെന്ന് ഉദ്ദേശിച്ചെന്നും ആരെയാണ് പന്നി എന്ന് ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ സ്വാമിക്കും അത് മനസ്സിലായി. പക്ഷെ നമ്മളെ ഇങ്ങനെ പന്നി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരടാ പന്നി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വാമിയുടെ മറുപടി എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. ശരിയാണ് സാർ, എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്ന് പറന്നു പോയിക്കോളാം. നോക്കിയേ, എത്ര ഫണ്ണി ആയിട്ട് എത്ര മനോഹരമായിട്ടാണ് സ്വാമി ആ വ്യക്തിയെ തളർത്തി കളഞ്ഞത്. അതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തികളോട് വളരെ കാമായിട്ട് ഒരു ആൻസർ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്പർ 5, നോ പറയേണ്ടിടത്ത് നോ പറയുക. അതിന് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അവർക്ക് വിഷമാവോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മോശമാവോ എന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി സ്വയം അൺകംഫർട്ടബിൾ ആവാതിരിക്കുക. അതായത് ഒരു പീപ്പിൾ പ്ലീസിങ് സ്വഭാവം ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം തന്നെ ആയിരിക്കും. ഇവിടെ നോ എന്നുള്ളത് ഒരു റിജക്ഷൻ അല്ല, മറിച്ച് അതൊരു ബൗണ്ടറിയാണ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മറ്റുള്ളവർ നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ്, അല്ലെങ്കിൽ ഒരു അതിർത്തിയാണ്. നമ്പർ 6, ഇൻസൾട്ട് ചെയ്യുന്നവരോട് ഒരു റിവെഞ്ചിങ് മെന്റാലിറ്റി സൂക്ഷിക്കാതിരിക്കുക. പലപ്പോഴും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരോട് നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഒരു വിരോധം തോന്നാറുണ്ട്. പക്ഷെ അത്തരത്തിലൊരു മെന്റാലിറ്റി നമ്മളിൽ ഉണ്ടായാൽ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാനുള്ള കാരണമാവും. സോ അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ നോറഫിനെഫ്രിൻ, കോർട്ടിക്കോയിഡ്സ് തുടങ്ങിയിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ ആരോടും അത്തരത്തിലുള്ള വിരോധമൊന്നും വെച്ച് നടക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്